ഹലോ എവരിവൺ. ഇപ്പം പറയാൻ പോകുന്ന സബ്ജക്റ്റ് പ്രോപ്പഗണ്ട. ഇത് ലോകം മുഴുവൻ ഓരോരുത്തർ അവരോട് ആശയം ജനങ്ങളിലേക്ക് കൊടുക്കുക, അതിനുവേണ്ടി ഓരോ പ്രോപ്പഗണ്ടയുണ്ട്. അവർക്കൊരു തീം കാണും, അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ല. പലതരം പ്രോപ്പഗണ്ടാസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുക. ഇപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്ത അനുസരിച്ച് അവനെ ഡെവലപ്പ് ചെയ്യാം. എന്താണോ അവൻ ചിന്തിക്കുന്നത് അതനുസരിച്ച് ഒരു ലോകത്തെ അവൻ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള ഇതാണ് മനുഷ്യൻ. ഒരു ലൈഫ് ഫോമാണ് മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. അപ്പം അതിന് ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. അപ്പം ഞാൻ സാധാരണ വളരെ അപൂർവമായിട്ടാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇപ്പം കഴിക്കുന്നത്. കാര്യം ഫുഡ് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് നമുക്ക് കിട്ടത്തില്ല, അത് തന്നെ കാര്യം. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിപ്പുണ്ട്, വെജിറ്റേറിയൻ ഫുഡാണ് നല്ലത്, ഐൻസ്റ്റീൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ തിരിച്ചും മറിച്ചും കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പ്രോപ്പഗണ്ട എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ആശയം അവര് നമ്മളിലേക്ക്, ജനങ്ങളിലേക്ക് കൊടുക്കുക. ഇതാണ് ബിസിനസ്സുകാര്, രാഷ്ട്രീയക്കാരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കും. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് വേണോ വേണ്ടായോ എടുക്കേണ്ടത് നമ്മളിലാണ്. അവിടെയാണ് നമ്മളുടെ കഴിവിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചാല്, ഞാൻ ജിമ്മിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ട്രെയിനറുണ്ട് ഉണ്ണി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നത് എഗ് വൈറ്റ് ആണ് മെയിനായിട്ട്. ഒരു 10 എഗ് വൈറ്റ് ഒരു ദിവസം കഴിക്കും. അതുപോലെ ചിക്കനും കഴിക്കുന്നുണ്ട്. അപ്പം അവിടെ ഞാനിങ്ങനെ ഇച്ചിരി ബോഡിയുള്ള ചില ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരും പറയുന്നത് അവർക്ക് ഇത് കൃത്യമായിട്ടുള്ള ഈ പ്രോട്ടീൻ സോഴ്സ് ഉണ്ണി പറയുന്ന പോലെ എഗ് വൈറ്റ് ഒക്കെ എടുത്തു തുടങ്ങിയ ശേഷമാണ് അവർക്ക് മാസമായി തുടങ്ങിയ മാറ്റം വന്നെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഞാനത് എഗ് വൈറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 എഗ് വൈറ്റ്, ഒരു മൊത്തത്തിലുള്ള എഗ്, ഹോൾ എഗ് ഞാൻ ഒരെണ്ണം കഴിക്കും, ബാക്കിയൊക്കെ എഗ് വൈറ്റ്. എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പലരും പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെയാണോ, എനിക്കൊരു മസ്കുലർ ബോഡി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ബോഡി ബാസ്കറ്റ്ബോൾ കളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വേണം. കാര്യം നമുക്കൊരു ശക്തി വേണം. ഇതൊരു കോണ്ടാക്ട് ഗെയിമാണ്. അപ്പം കോണ്ടാക്ട് ഗെയിം വരുമ്പോഴത്തേക്കും ഇടിച്ചിടിച്ച് നിൽക്കേണ്ട ഒരു കളി വരുമ്പോഴത്തേക്കും നമുക്ക് വീക്കാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അപ്പം ഒരു അത്യാവശ്യം വേണ്ട ഒരു മസ്കുലർ ബോഡി എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പൊ വെജിറ്റേറിയൻ മാത്രം കഴിച്ചാൽ അത് പാടാണ്. അതിൽ നിന്ന് മാത്രമുള്ള പ്രോട്ടീൻ കിട്ടി അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പാടാണ്. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ബോഡി എങ്ങനെ ഡിസൈൻ ചെയ്യണം, നമ്മുടെ ബിസിനസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. കാര്യം ഇതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം ഈ പ്രോപ്പഗണ്ട എന്ന് പറഞ്ഞത് നമ്മളെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, അവരുടെ ആശയം അവർ കൊടുക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് അവർക്കൊരു ഗുണം ഉണ്ടായിരിക്കാം, അവർക്ക് ആ റെസ്റ്റോറൻറ്റിൽ കൂടുതൽ ആൾക്കാർ വരണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ അത് നമ്മളിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സ്ക്രീനിൽ വെച്ച് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജോലിക്ക് എന്താ വേണ്ടത്, നമ്മുടെ ബിസിനസ്സിന് എന്താ വേണ്ടത്, നമ്മുടെ ഹെൽത്തിന് എന്താ വേണ്ടത്, ഇത് നമ്മൾ പ്ലാൻ ചെയ്യണം. കാര്യം നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ ലൈഫും നമ്മുടെ എല്ലാം. അത്രയ്ക്കും ശക്തമായ ഒരു ലൈഫ് ഫോമാണ് നമ്മൾ, മനുഷ്യൻ. അപ്പം നിങ്ങൾ ഏതെല്ലാം രീതിയിൽ നമ്മളെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് അത് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സത്യം, അല്ലെങ്കിൽ അത് സത്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് സത്യം അസത്യം ആകുന്നില്ല. നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത് ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സത്യം. അങ്ങനെ സത്യത്തെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത്, എൻ്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ അതിലൂടെ നിങ്ങൾ സത്യത്തെ അറിയുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് ഈ സത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വാക്കുകൾ ഡയറക്റ്റ് എടുക്കരുത്. അത് 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 നമ്മൾ പ്രാവർത്തികമാക്കി നോക്കിയ അത് ശരിയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ.